Hello, guten Tag. Ich heiße Blessy von Joey's Perfect Academy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻഡിറക്റ്റ് ഫ്രാഗയാണ്, അതായത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലേ, ഈ ക്വസ്റ്റ്യൻസിന് തന്നെ വേറെ രീതിയിൽ, അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കണേന്ന് നോക്കാം. കീ കോൺസെപ്റ്റ്: ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആർ സബോർഡിനേറ്റ് ക്ലോസസ് നേബൻ സെൽസി. അതായത് ഈ സബോർഡിനേറ്റ് ക്ലോസസിനെയാണ് നമ്മൾ നേബൻ സെൽസി എന്ന് പറയുന്നത്. That function as the object or part of a sentence and introduce a question using an introductory phrase. അതായത് നമ്മൾ നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിന് ഒരു ഇൻട്രൊഡക്ടറി ഫ്രേസ്, അതായത് ഫ്രണ്ടിൽ നമ്മൾ ഒരു ഹൗപ്പ് ചാറ്റ്സ്, ഒരു മെയിൻ ക്ലോസ് ആഡ് ചെയ്തിട്ട് കോം ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. അതായത് നമ്മൾ നേരിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ അതിനെ വേറൊരു തരത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസിനെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്രൂഷ്യൽ റൂൾ റിമൈൻഡർ, അതായത് എന്താണ് അതിൻ്റെ റൂൾസ് നോക്കാം. കൈൻ ഫ്രാഗേ സൈനൻ, അതായത് അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രാഗേ സൈഹൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കിനെയാണ് നമ്മൾ ഫ്രാഗേ സൈഹൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇടില്ല. നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടില്ല. അതുപോലെ തന്നെ വെർബ് അമെൻ്റെ ആ ഒരു സബോർഡിനേറ്റ് ക്ലോസ്, അതായത് നേബൻ സെൽസിയുടെ വെർബ് എൻഡിലായിരിക്കും നമ്മൾ എഴുതാം. അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ബേസിക് ഫോർമുല: ഇൻട്രൊഡക്ടറി ഫേസ് പ്ലസ് കോമ. അതായത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ഒരു ഫ്രേസ് കൊടുത്തതിന് ശേഷം നമ്മൾ കോം ഇട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എഴുതണേ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേബൻ സെൻസിൽ എൻഡിലായിരിക്കും നമ്മൾ വെർബ് എഴുതുക. അത് ആ ഒരു സബ്ജക്റ്റ് അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെർബ് എഴുതുന്നത്. അപ്പോൾ കുറച്ച് ഇൻട്രൊഡക്ടറി ഫ്രേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഷ് ഫ്രാഗേ മിഹ്, അതായത് അതിൻ്റെ അർത്ഥം പറയണത് ഐ വണ്ടർ, ഞാൻ എന്നോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്താണ് ഇഷ് ഫ്രാഗേ മിഹ് എന്ന് പറയുന്നത്. ക്യാൻ സി മിയർ സാഗൻ, അതായത് ക്യാൻ യു ടെൽ മീ, എന്നോട് പറയാമോ എന്ന് ചോദിക്കുന്ന ഒരു ഫ്രേസാണ് അത്. ഇഷ് വൈസ് നിഷ്, ഐ ഡോണ്ട് നോ. എസ് ഇസ് ഉൺക്ലാർ, ഇറ്റ് ഈസ് അൺക്ലിയർ. ഇങ്ങനെയുള്ള കുറച്ച് ഇൻട്രൊഡക്ടറി ഫ്രേസസ് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത്. ദ കണക്റ്റേഴ്സ്. ഇനി വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസ്, അതായത് നേബൻ സെൽസ് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കണക്റ്റർ ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു നേബൻ സെൽസ് വെക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ കണക്റ്റേഴ്സ് നോക്കാം. വേ ഫ്രാഗെ, ഒന്നാമത്തെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വേ ഫ്രാഗെ ഉണ്ട്, യാ ഓർഡർ 9, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. വേ ഫ്രാഗെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വേ ഫ്രാഗെ, ആ വേ വോർട്ട് ഏതാണ്, അതായത് വെർ, വാസ്, വെൻ എന്ന് പറഞ്ഞിട്ട് കുറേ വേ ഫ്രാഗികളുണ്ട്. ഏതാണോ ആ വേ ഫ്രാഗെ അത് തന്നെയായിരിക്കും നമ്മൾ നേബൻ സെർച്ചയിൽ ഫസ്റ്റ് വെക്കുന്നത്, അതായത് കണക്റ്ററായിട്ട് വെക്കുന്നത്. ഇനി ഈ ഓർഡർ 9 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒബ്ബായിരിക്കും നമ്മൾ അവിടെ കണക്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് വേ ഫ്രാഗെ ഫോർ ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ, ഒരു ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിലാണ് നമ്മൾ വേ ഫ്രാഗെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന വെർ, വാസ്, വൻ, വോ, വാരും, വി, വെൽഷേ, വെസൻ ഇതുപോലെയുള്ള വേ ഫ്രാഗികളായിരിക്കും നമ്മൾ ചോദിക്കുക. അതുപോലെ തന്നെ യാ ഓർഡർ 9, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒബ്ബായിരിക്കും നമ്മൾ അതിന് കണക്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിറക്റ്റ് ഫ്രാഗെ വിത്ത് വേ ഫ്രാഗെ വേർഡ്, അതായത് WH ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ വേ ഫ്രാഗെ എന്ന് പറയണേ. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നോക്കാം. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഹൗപ്റ്റ് സാറ്റ്സ് പ്ലസ് വേ വോർട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് അമെൻ്റെ. ഇനി ഇവിടെ ഒരു പ്രത്യേകത, ഹൗപ്റ്റ് സാറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കോം ഇട്ടതിന് ശേഷമായിരിക്കും നമ്മൾ വേ വോർട്ട് എഴുതുന്നത്. അതായത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബൈഷ്പീൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിളാണ്. ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ഡിറക്റ്റ് ഫ്രാഗ്, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. വോ വോണ്ട് എർ, എവിടെയാണ് അവൻ ജീവിക്കുന്നത്, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ്. വോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലീവ് എന്നാണ്. വോ വോണ്ട് എർ എന്ന് പറയുമ്പോൾ അവൻ എവിടെയാണ് ജീവിക്കുന്നത്, അതാണ് ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ മീനിങ് വരുന്നത്. ഇനി അത് ഇൻഡയറക്റ്റ് ഫ്രാഗെ, അതായത് ഇൻഡിറക്റ്റ് ഫ്രാഗെ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇഷ് വൈസ് നിഷ്ട് വോ എർ വോണ്ട്, അതായത് ഇവിടെ നമ്മൾ ഒരു ഇൻഡയറക്ടറി ഫ്രേസ് ആഡ് ചെയ്തു. അതാണ് ഇഷ് വൈസ് നിഷ്ട് എന്നുള്ളത്. എനിക്ക് അറിയില്ല. വൈസ് എന്ന് പറഞ്ഞാൽ വിസനെ കോൺജുഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വിസൻ എന്ന് പറഞ്ഞാൽ ടു നോ, ഇവിടെ നിഷ്ട് യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് അറിയില്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷം കോം ഇട്ടു. പിന്നെ അവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് വോ ആയിരുന്നു. വോ തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ചത്, അതായത് കണക്റ്ററായിട്ട് നമ്മൾ വോ തന്നെയാണ് വെക്കുന്നത്. അതിനുശേഷം സബ്ജക്റ്റ്
ലാസ്റ്റ് ആണ് നമ്മൾ വോണ്ട് വെർബ് എഴുതിയിരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല, പകരം ഫുൾ സ്റ്റോപ്പ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇഷ് വൈസ് നിഷ്ട് വോ എർ വോണ്ട്, അങ്ങനെയാണ് ആ ഒരു ഫോം വരുന്നത്. അവിടെ വെർബ് എന്തിൽ എഴുതിയിരിക്കുന്നു, അതുപോലെ തന്നെ വോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഇവിടെ കണക്ടർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. വൺ ബിഗിൻ ടു ദർ ഫിലിം, എപ്പോഴാണ് ഫിലിം തുടങ്ങുന്നത്, അതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇഷ്മിയോഷ്ടി വിസൻ വൺ ദർ ഫിലിം ബിഗിൻഡ്, എനിക്കറിയാൻ ആഗ്രഹമുണ്ട് എപ്പോഴാണ് ആ സിനിമ തുടങ്ങുന്നതെന്ന്. അപ്പോൾ എനിക്കറിയാൻ ആഗ്രഹമുണ്ട്, അതാണ് ഇവിടുത്തെ ഇൻഡയറക്റ്ററി ഫ്രേസ് എന്ന് പറയുന്നത്. അത് ഇഷ്മിയോഷ്ടി വിസൻ എന്നുള്ളത് നമ്മൾ ആദ്യം വെച്ചു, അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടു. ദെൻ വൺ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്, അതുകൊണ്ട് നമ്മൾ കണക്ടറായിട്ട് വൺ വെച്ചു. ദെൻ ദർ ഫിലിം ബെഗിൻറ്റ്, അവിടെ ബെഗിൻ എന്ന് പറഞ്ഞത് ദർ ഫിലിം ആയതുകൊണ്ടാണ് ബെഗിൻറ്റ് എന്ന് വെച്ചേക്കണേ. അപ്പോൾ എൻഡിൽ ആ ഒരു വെർബ് എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വൺ ബെഗിൻ ടു ദർ ഫിലിം എന്ന് പറഞ്ഞ ഡയറക്റ്റ് ക്വസ്റ്റ്യനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കണ സമയത്ത് ഇഷ്മിയോഷ്ടി വിസൻ വൺ ദർ ഫിലിം ബെഗിൻറ്റ് എന്നായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വോ ഇസ്റ്റ് മൈനെ ബ്രില്ലെ, എവിടെയാണ് എൻ്റെ കണ്ണട, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അതിനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് സി വൈസ് നിഷ്ട് വോ ഇയറെ ബ്രില്ലെ ഇസ്റ്റ്, അതായത് അവൾക്ക് അറിയില്ല എവിടെയാണ് അവളുടെ കണ്ണട വെച്ചിരിക്കുന്നതെന്ന്. അപ്പം അവൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻട്രഡക്ടറി ഫ്രേസ് എന്ന് പറഞ്ഞത്. അതിനുശേഷം വോ ഇയറെ ബ്രില്ലെ, അവളുടെ കണ്ണട എവിടെയാണെന്ന് അറിയില്ല, അപ്പം എവിടെയെന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്, അതുകൊണ്ട് വോ വെച്ചു. ലാസ്റ്റ് ഇസ്റ്റ് എന്നുള്ള ആ ഒരു വെർബ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാസ് ഹാഡ് എർ ഗെസാറ്റ്, അവൻ എന്താണ് പറഞ്ഞത്, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് ക്വന്നൻസി മിയർ സാഗൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫോമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്വന്നൻസി വെർബാണ് അവിടെ ഫസ്റ്റ് വെച്ചത്, അതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെക്കും. അതായത് ക്വന്നൻസി മിയർ സാഗൻ വാസ് എർ ഗെസാറ്റ് ഹാറ്റ്, ഇവിടെ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെർബിനെ എന്തിൽ എഴുതിയപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ മാർക്കും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് ക്വന്നൻസി മിയർ സാഗൻ എന്ന് പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ ഫോമിലാണ് നമ്മൾ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടത്. ഇനി ഇൻഡിറക്റ്റ് ഫ്രാഗെ മിറ്റ് ഒബ്, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, അതായത് യാവുഡർ നൈൻ ഫ്രാഗെ അത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒബ്ബാണ് അതിൻ്റെ കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ വേഫ്രാഗെ ചോദിക്കുന്ന സമയത്ത് ആ ഒരു വേവോർട്ടായിരുന്നു നമ്മൾ കണക്ടറായിട്ട് യൂസ് ചെയ്തത്. ഇനി യാവുഡർ നൈനിലോട്ട് വരുന്ന സമയത്ത് ഒബ്ബായിരിക്കും നമ്മൾ അതിനിടയിലുള്ള ഒരു കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡ്രിങ്ക്സ് ദു കഫേ, നീ കാപ്പി കുടിച്ചോ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അത് ഇൻഡിറക്റ്റ് ഫ്രാഗയിലേക്ക് വരുമ്പോൾ എർ ഫ്രാറ്റ്, അവൻ ചോദിച്ചു. ഒബ് ദു കഫേ ഡ്രിങ്ക്സ്, ഒബ് എന്നുള്ളതാണ് ഇവിടുത്തെ കണക്ടർ. അതായത് ഇവിടെ യാവുഡർ നയൻ വന്നതുകൊണ്ട് നമ്മൾ കണക്ടറായിട്ട് ഒബ്ബാണ് യൂസ് ചെയ്തത്, അത് നമ്മൾ വെച്ചു. അതിനുശേഷം ലാസ്റ്റാണ് ട്രിങ്ക്സ്, ട്രിങ്കൻ എന്ന് പറഞ്ഞ വെർബ് കുടിക്കുക, അതിന് നമ്മൾ ദു അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് ട്രിങ്ക്സ്റ്റ് എന്ന് എഴുതി. അത് എന്തിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, അതുപോലെ തന്നെ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം. ഡിറക്റ്റീവ് ഫ്രാഗെ ഹാസ്റ്റ് ദു ഹുങ്കർ, നിനക്ക് വിശപ്പുണ്ടോ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അത് ഇൻഡിറക്റ്റീവ് ഫ്രാഗയിലേക്ക് വരുന്ന സമയത്ത് എർ ഫ്രാഗ് ഓബ് ഇഷ് ഹുങ്കർ ഹാബെ, അതായത് നിനക്ക് വിശപ്പുണ്ടോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാനത് വേറൊരാളോട് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ വിശപ്പുണ്ടോ എന്ന് അവൻ ചോദിച്ചു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇഷ് ദൂ എന്നുള്ളത് അവൻ എന്നോട് ചോദിക്കുന്ന സമയത്ത് ദൂവും, ഞാനത് വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയാം. അതുകൊണ്ടാണ് ഇവിടെ ഇഷ് വരാൻ കാരണം. എർ ഫ്രാൻസ് ഓബ് ഇഷ് ഹുങ്കർ ഹാബെ, അവൻ എന്നോട് ചോദിച്ചു എനിക്ക് വിശപ്പുണ്ടോയെന്ന്, അതാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറയാം. ഇനി ഇസ്റ്റ് സി ക്രാങ്ക്, അവൾക്ക് സുഖമില്ലേ, അതാണ് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇനി അതിനെ നമ്മൾ ഇൻഡിറക്റ്റ് ഫ്രാഗയിലേക്ക് വരുന്ന സമയത്ത് ഇഷ് വൈസ് നിഷ്ട്, എനിക്കറിയില്ല. ഓബ് സി ക്രാങ്കിസ്റ്റ്, അവൾക്ക് സുഖമില്ലേന്ന് എനിക്കറിയില്ല, അതാണ് അവിടുത്തെ ആ ഒരു ഇൻഡിറക്റ്റ് ഫ്രാഗെ. ഇനി ഡിറക്റ്റ് ഫ്രാഗെ കൊംറ്റ് ഇയർ ഹോയിറ്റെ ആബൻഡ്, നിങ്ങൾ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ടോ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അത് ഇൻഡയറക്റ്റ് ഫ്രാഗെ ആക്കുന്ന സമയത്ത് സി ഫ്രാഗൻ ഓബ് വിയർ ഹോയിറ്റെ ആബൻഡ് കൊമ്മൻ, അവർ ചോദിച്ചു ഞങ്ങൾ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ടോയെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്നുള്ളതായതുകൊണ്ടാണ് ഇവിടെ ബിയർ യൂസ് ചെയ്തത്. അവർ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളെന്നും, ഞാനത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്നുമായിരിക്കും പറയാം. അതുകൊണ്ടാണ് ഇവിടെ വിയറും അവിടെ ഇയറും വരാൻ കാരണം.
സുസാം ആൻഡ് ഫാസിൽ. അതായത് കൺക്ലൂഷനിലോട്ട് വരികയാണെങ്കിൽ ദ കോൺജുഗേറ്റഡ് വെർബ് ഈസ് ഓൾവേസ് അറ്റ് ദ എൻഡ്. അതായത് ആ വെർബ് സബോർഡിനേറ്റ് ക്ലോസ് അതായത് നേബൻസ് ആഡ്സയിൽ എപ്പോഴും എൻഡിലായിരിക്കും നമ്മൾ വെർബ് എഴുതുന്നത്. അതുപോലെ തന്നെ അത് കോൺജുഗേറ്റ് ചെയ്ത ഫോമിലായിരിക്കും നമ്മൾ എഴുതേണ്ടത്. യൂസ് എ വേവേർഡ് ഫോർ ഇൻഫോർമേഷൻസ് ക്വസ്റ്റ്യൻസ്. അതായത് വേവേർട്ടായിരിക്കും നമ്മൾ ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായിരിക്കും അവിടുത്തെ കണക്ടർ. ഇനി ഓർഡർ 9 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ കണക്ടറായിട്ട് നമ്മൾ ഒബ്ബായിരിക്കും യൂസ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ദ കോമ. അതായത് 2 സെൻറ്റൻസ് ഹൗട്ട്സാറ്റ്സും നേബൻസാറ്റ്സിൻ്റെയും ഇടയിൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ അവിടുത്തെ കണക്ടർ ഒബ്ബാണെങ്കിലും വേവേർട്ടാണെങ്കിലും വെക്കാൻ. രണ്ടും തമ്മിൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇൻഡിറക്റ്റ് ഫ്രാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണുള്ളത്. ഒന്ന് വേ ഫ്രാഗയും ഒന്ന് ഓർഡർ 9 ഫ്രാഗയും. ഇത് രണ്ടിലും നമ്മൾ ഇൻഡിറക്റ്റ് ഫ്രാഗ എങ്ങനെയാണ് പറയണതെന്ന് പഠിച്ചു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.